ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 54 സങ്കീർത്തനം 5 വാക്യം. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും, നിന്റെ വിശ്വസ്തയാൽ അവനെ സംഹരിച്ച് കളയണമേ. ദാവീദ് വ്യക്തിപരമായ പ്രതികാരത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. പ്രതികാരം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കാതെ തൻ്റെ ന്യായവിധി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ദൈവം നീതിമാനായ ന്യായാധിപതിയാണെന്നും ശരിയായ സമയത്ത് അവൻ നീതി നടപ്പിലാക്കുമെന്നും ദാവീദ് വിശ്വസിക്കുന്നു. ഇന്നത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും പരാജയപ്പെടുന്നവനല്ല. അവൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അനീതിയും വഞ്ചനയും അപമാനവും നേരിടുമ്പോഴും ദൈവം മൗനമായിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ മൗനം അവൻ്റെ അഭാവമല്ല. അവൻ പ്രവർത്തിക്കുന്ന സമയം മനുഷ്യരുടെ സമയങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവനെല്ലാം അറിയുന്നവനും നീതിയോടെ പ്രവർത്തിക്കുന്നവനുമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ പലരും തങ്ങൾക്ക് സംഭവിച്ച അനീതിക്ക് പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രതികാരം ദൈവത്തിനുള്ളതാണ്. നമ്മുടെ കടമ ദൈവത്തിൽ വിശ്വസിക്കുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നതാണ്. ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്. നമ്മുടെ വേദന അറിയുന്നവനാണ്. നമ്മുടെ നെടുവിളി കേൾക്കുന്ന ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. അവൻ്റെ സമയത്ത് അവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് അനീതി ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാതെ എൻ്റെ ആവശ്യം നിൻ്റെ കരങ്ങളിൽ സമർപ്പിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.